നമസ്കാരം, ഞാൻ രമേഷ് ഗോപാൽ, തനിമ സ്പെഷ്യൽ ന്യൂസ്. മോഡി സന്ദർശനം ആവേശത്തിരയിൽ കാട്ടാക്കട. മോഡി മടങ്ങി 2 മണിക്കൂർ കഴിഞ്ഞിട്ടും റോഡാകെ തിങ്ങി നിറഞ്ഞ ജനം. ശോഭനയുടെ സാന്നിധ്യം ആരാധകർക്ക് അപ്രതീക്ഷിത വിരുന്ന്. ഈ കേരളത്തിൽ തന്നെ ഉയർന്നു നിൽക്കുന്ന ഒരു ശബ്ദമായി മാറിയ ഈ ഒരു സാഹചര്യത്തിൽ അതിൽ വളരെ സന്തോഷമുണ്ട്. മോദിജി ഒരു നോക്ക് കാണാനായിട്ട് ഏകദേശം 1.5 മണിക്കൂർ മുമ്പ് തന്നെ ഇവിടെ വന്ന് നിൽക്കുകയാണ്. തീർച്ചയായിട്ടും കാണുന്നത് ജീവിതത്തിലെ ഏറ്റവും വലിയ സന്തോഷമായിട്ട് കരുതുന്നു. പ്രധാനമന്ത്രിയെ കാണുക എന്നത് വളരെ നല്ലൊരു കാര്യമാണ്, വളരെ ആഗ്രഹിച്ചിരുന്ന ഒരു കാര്യമാണ്. പിന്നെ നമ്മുടെ പ്രധാനമന്ത്രിയാണല്ലോ, അപ്പം നമുക്ക് എല്ലാവർക്കും അന്ന് കണ്ട് മന്ത്രിയുടെ ഉപദേശങ്ങളും കാണുന്നത് തന്നെ ഒരു അനുഗ്രഹമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. തിരുവനന്തപുരം ആറ്റിങ്ങൽ കൊല്ലം NDA സ്ഥാനാർത്ഥികളുടെ പ്രചരണാർത്ഥം കാട്ടാക്കട ക്രിസ്ത്യൻ കോളേജ് മൈതാനത്ത് ഒരുക്കിയ വേദിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ വീക്ഷിക്കാൻ എത്തിയ ജനങ്ങൾ അദ്ദേഹം ഹെലികോപ്റ്ററിൽ മടങ്ങിയതിനൊപ്പം പുറത്തേക്ക് ഇറങ്ങിയെങ്കിലും മണിക്കൂറുകൾ കഴിഞ്ഞും റോഡിലെ തിരക്ക് നിയന്ത്രിക്കാനായില്ല. മൈതാനത്ത് താൽക്കാലികമായി സജ്ജീകരിച്ച കൂറ്റൻ ആഡിറ്റോറിയത്തിന് പുറമെ മൈതാനം തിങ്ങി നിറഞ്ഞ് നെയ്യാർ ഡാം റോഡിലാകെയും രാവിലെ 9 മണിയോടുകൂടി തന്നെ ജനം ഉണ്ടായിരുന്നു. തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലം സ്ഥാനാർത്ഥി രാജീവ് ചന്ദ്രശേഖർ, ആറ്റിങ്ങൽ സ്ഥാനാർത്ഥി വി മുരളീധരൻ, കൊല്ലം സ്ഥാനാർത്ഥി കൃഷ്ണകുമാർ എന്നിവർക്കൊപ്പം വേദിയിൽ വയനാട് സ്ഥാനാർത്ഥിയും BJP സംസ്ഥാന അധ്യക്ഷൻ സുരേന്ദ്രനും ഉണ്ടായിരുന്നു. കഴിഞ്ഞ ദിവസം രാജീവ് ചന്ദ്രശേഖരന് വേണ്ടി പ്രചരണത്തിനെത്തിയ നടി ശോഭന കാട്ടാക്കട വേദിയിലെത്തിയത് സദസ്സിന് അപ്രതീക്ഷിത വിരുന്നായി. പത്മനാഭസ്വാമിയുടെയും കാളിദേവിയുടെയും മണ്ണിൽ വന്നത് സന്തോഷമെന്നും പ്രകടന പത്രികയിലെ പോലെ കേരളത്തിൽ ഇതുവരെ കാണാത്ത വികസനം കൊണ്ടുവരും, ഇത് മോദിയുടെ ഗ്യാരണ്ടി എന്ന് ആവർത്തിച്ച് ശ്രീനാരായണ ഗുരുവിനെയും അയ്യങ്കാളിയെയും അനുസ്മരിച്ച് പ്രധാനമന്ത്രിയുടെ വാക്കുകൾ ആവേശത്തോടെ കൈയടിച്ച് സദസ്സ് ജയ് വിളിച്ചു.
एक और जिम्मेदारी मेरी तरफ से, आप केरला के घर घर जाकर के मोदी जी के प्रणाम जरूर पहुंचाइए। പ്രിയപ്പെട്ടവരെ, ഭാരതീയ ജനതാ പാർട്ടി കൊല്ലത്ത് ശ്രീ ജി കൃഷ്ണകുമാറിനെയാണ് സ്ഥാനാർത്ഥിയാക്കിയിട്ടുള്ളത്. അദ്ദേഹത്തിന്റെ ജനപ്രിയതയും സേവന മനോഭാവവും ഒക്കെ നിങ്ങൾക്ക് അറിയുള്ളത്. തിരുവനന്തപുരത്ത് എന്റെ സഹപ്രവർത്തകൻ രാജീവ് ചന്ദ്രശേഖറും ആറ്റിങ്ങലിൽ എന്റെ പഴയകാലത്തുള്ള സുഹൃത്തായ ശ്രീ വി മുരളീധരനുമാണ് ഭാരതീയ ജനതാ പാർട്ടിയുടെ സ്ഥാനാർത്ഥി. ഇവര് രണ്ടുപേരും അവരവരുടെ വിദ്യാഭ്യാസ യോഗ്യതയും കഴിവും കൊണ്ട് കേരളത്തിന്റെ അഭിമാനം വർദ്ധിപ്പിച്ചവരാണ്. മുരളീധരൻജി വിദേശകാര്യ സഹമന്ത്രി എന്ന നിലയിൽ രാജ്യത്തിന് അകത്തും പുറത്തും കഴിവ് തെളിയിച്ചിട്ടുള്ള ആളാണ്. വിദേശ രാഷ്ട്രങ്ങളിലുണ്ടായ പല പ്രതിസന്ധി ഘട്ടങ്ങളിലും കേരളത്തിലെയും മറ്റിടങ്ങളിലെയും ജനങ്ങളെ ഭാരതത്തിൽ തിരികെ എത്തിക്കാൻ കഠിനാധ്വാനം ചെയ്ത വ്യക്തി കൂടിയാണ്. സദസ്സിൽ കുഞ്ഞുങ്ങളെ കണ്ടതിൽ തനിക്ക് ഏറെ സന്തോഷമുണ്ടെന്നും അവർക്ക് നമസ്കാരവും മോദി പറഞ്ഞു. മുഴുവൻ സ്വീകരണവും ഏറ്റുവാങ്ങാതെ പ്രസംഗത്തിനെത്തിയതിൽ ക്ഷമിക്കണമെന്നും ഉടൻ കന്യാകുമാരിയിലെ പരിപാടിയിൽ പങ്കെടുക്കേണ്ടതുണ്ട് എന്നും പറഞ്ഞ് പാർട്ടി നേതാക്കളിൽ നിന്നും പനയോല കിരീടവും വിഷുക്കണിയും ഏറ്റുവാങ്ങിയ ശേഷമായിരുന്നു മോദി പ്രസംഗം ആരംഭിച്ചത്. 5 വർഷത്തിനുള്ളിൽ ഭാരതത്തെ 3ാം സാമ്പത്തിക ശക്തിയാക്കുമെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. കേരളത്തിൽ വിനോദസഞ്ചാര രംഗത്ത് പുത്തൻ വികസന പദ്ധതികൾ വരും. സ്ത്രീകൾക്ക് തൊഴിൽ സാധ്യത മുൻനിർത്തി കൂടുതൽ ഹോം സ്റ്റേകൾ തുടങ്ങുകയും തീരവികസനത്തിന് മുൻഗണന നൽകുകയും മത്സ്യസമ്പത്ത് കൂട്ടാൻ പുതിയ പദ്ധതികൾ നടപ്പിലാക്കുമെന്നും പ്രധാനമന്ത്രി പ്രഖ്യാപിച്ചു. ഇതുകൂടാതെ ബുള്ളറ്റ് ട്രെയിൻ ഇവിടെയും എത്തുമെന്നും സർവേ നടപടി പുതിയ മോഡി സർക്കാർ ആരംഭിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. കേരളത്തിൽ വലിയ ശത്രുക്കളായവർ ദില്ലിയിൽ സുഹൃത്തുക്കളാണ് എന്നും ഇടത് വലത് മുന്നണികളുടെ വിശ്വാസ്യത ജനങ്ങൾക്കിടയിൽ നഷ്ടപ്പെട്ടു കഴിഞ്ഞു ഇടത് വലത് മുന്നണികളുടെ വിമർശിച്ചുകൊണ്ട് അദ്ദേഹം പറഞ്ഞു. വർക്കല, നെടുമങ്ങാട് പോലെയുള്ള സ്ഥലങ്ങളിൽ പോലും മയക്കുമരുന്ന് സംഘം ശക്തമാണ്. ഇതിന്റെ ക്രെഡിറ്റ് ആർക്കാണെന്നും എല്ലാവർക്കും അറിയാം. ഇന്ന് കേരളത്തിൽ പലയിടത്തും കുടിവെള്ളം കിട്ടാനില്ലെന്നും മോദി ചൂണ്ടിക്കാണിച്ചു. കോൺഗ്രസിനും ഇടത് പാർട്ടികൾക്കും ഒരു വ്യത്യാസമില്ലെന്ന് പറഞ്ഞ മോദി രണ്ടുപേരും അഴിമതിക്കാരാണെന്നും അഴിമതി നടത്താൻ മത്സരിക്കുന്നവരാണെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി. സ്വർണ്ണക്കടത്തിൽ പ്രതികളെ രക്ഷിക്കാൻ സർക്കാർ സംവിധാനം പൂർണ്ണമായി ഉപയോഗിച്ചവരാണ് ഇവിടെയുള്ളവർ. ശമ്പളം കൊടുക്കാൻ പോലും സംസ്ഥാന സർക്കാരിന് കഴിയുന്നില്ല. സാമ്പത്തിക പ്രതിസന്ധിക്ക് കാരണം സംസ്ഥാനമാണ്, എന്നാൽ കേന്ദ്രമാണെന്ന് കള്ളം പറയുന്നു. സുപ്രീം കോടതിയിൽ പോയ സംസ്ഥാനത്തിന് തിരിച്ചടി കിട്ടി. കൊള്ള കാരണമാണ് സാമ്പത്തിക പ്രതിസന്ധി എന്നും മോദി കുറ്റപ്പെടുത്തി. അഴിമതിക്കാർ മോദിയെ തടയാൻ ശ്രമിക്കുന്നു, എന്നാൽ മോദി ഇവരെ പേടിക്കില്ല. സഹകരണ ബാങ്കിൽ നിക്ഷേപിച്ചവർക്ക് പണം തിരിച്ചു നൽകുമെന്ന് മുഖ്യമന്ത്രി കള്ളം പറയുന്നു. CPM ഭരിക്കുന്ന സഹകരണ സംഘങ്ങൾ പാവപ്പെട്ടവരുടെ പണം കൊള്ളയടിക്കുന്നു. 1 ലക്ഷം കോടിയുടെ കൊള്ള നടക്കുന്നു. സഹകരണ അഴിമതി നടത്തിയ എല്ലാവരെയും തുറങ്ങിൽ അടയ്ക്കുമെന്നും അഴിമതി നടത്തിയ പണം തിരികെ പാവങ്ങൾക്ക് എത്തിക്കുമെന്നും മോദി ഉറപ്പു നൽകി. മാസപ്പടി അന്വേഷണത്തിന് തടയിടാൻ സംസ്ഥാന സർക്കാർ ശ്രമിക്കുന്നുവെന്നും മോദി കൂട്ടിച്ചേർത്തു. BJPക്ക് ചെയ്യുന്ന ഓരോ വോട്ടും അഴിമതിക്കെതിരെ ഉള്ളതാണെന്നും കേരളത്തിലെ ഓരോ വീടുകളിലും തന്റെ സന്ദേശം എത്തിക്കണമെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. BJP ജില്ലാ അധ്യക്ഷൻ VV രാജേഷ്, PK കൃഷ്ണദാസ്, അഡ്വക്കേറ്റ് സുരേഷ്, TP ശ്രീനിവാസൻ തുടങ്ങിയ നേതാക്കൾ വേദിയിൽ പ്രസംഗിച്ചു. സന്ദീപ് വചസ്പതി മോദിയുടെ പ്രസംഗം തർജ്ജിമ ചെയ്തു.